ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈൻഡ്ഫുൾ കുക്കിംഗ് അറ്റ് ഗീതാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഒരു ഗാർഡൻ അപ്ഡേറ്റ് വീഡിയോ ആണ് ഇടാൻ പോണത്. വിൻ്ററിലാണ് നമ്മൾ ഗാർഡൻ്റെ ഒരു വീഡിയോ ഇട്ടത്. ഇപ്പം ഇങ്ങനെ വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് ആവാൻ എനിക്ക് 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഇന്നിപ്പോൾ മാർച്ച് 7th ആണ്. മാർച്ച് 21st ഇവിടെ ഒഫീഷ്യലി സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം, നമ്മളെ വീട്ടിലെ 2-3 പ്ലം ട്രീ ഒക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പം അതിൻ്റെ പിന്നിൽ ആ നീല ആകാശം കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പ്ലം ബ്ലോസം ചൈനയുടെ നാഷണൽ ഫ്ലവറാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ല തണുപ്പുള്ള സമയത്ത് ഉണ്ടാവണോണ്ട് അവരതിനെ ധൈര്യത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് നല്ല പരിശുദ്ധതയുടെയും റിന്യൂവലിൻ്റെയൊക്കെ പ്രതീകമായിട്ടും അവർ പറയുന്നുണ്ട്. ജാപ്പനീസ് ആൾക്കാർ പ്ലം ട്രീ നടുന്നത് ഈവിളായിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിക്ക് വേണ്ടിയിട്ടാണ്. അതൊരു പ്രൊട്ടക്റ്റീവ് ചാമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മളുടെ വീട്ടിലിപ്പോൾ 2-3 പ്ലം ട്രീ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്ലം കഴിക്കാലോ എന്നുള്ള വിചാരം മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ ഞാൻ അതിനെപ്പറ്റി വായിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ സ്റ്റോറീസും കുറേ ഫാക്ട്സൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് കമീലിയ ഫ്ലവേഴ്സ്. ഇതും ഒരു ജാപ്പനീസ് ഫ്ലവറാണ്. ജാപ്പനീസ് കമീലിയ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ചായയുടെ ഇലയുടെയൊക്കെ ഫാമിലിയിൽ പെട്ടതാണ്. തിയോസിയ എന്നാണ് ആ ഫാമിലിയുടെ പേര്. അപ്പോൾ ഇത് ശരിക്കും ഇത് വിൻ്ററിൽ നന്നായിട്ട് പൂക്കുന്നുണ്ട്. തണുപ്പ് അതിനൊരു പ്രശ്നമല്ല. ഇതൊരു എവർഗ്രീൻ കുറ്റിച്ചെടിയാണ്. ഇത് നമ്മുടെ ബാക്ക് യാർഡിൽ ഗരാജിൻ്റെ സൈഡിലുള്ള വെള്ള റോസിൻ്റെ ചെടികളാണ്. അപ്പോൾ അതിങ്ങനെ തളിർത്ത് വരുന്നുണ്ട്. ഇപ്പം കുറേശ്ശെ ഇങ്ങനെ തണുപ്പൊക്കെ കുറഞ്ഞപ്പോൾ അതിൻ്റെ കമ്പൊക്കെ ഇങ്ങനെ പുതുതായിട്ട് തളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആ പ്ലം ട്രീ ഉള്ളത്. അപ്പോൾ പ്ലം ട്രീ പൂത്ത് നിൽക്കുന്നത് ദൂരത്തു നിന്ന് നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലൊരു ചെറി ട്രീ ആണത്. ആ ചെറി ട്രീ പൂത്തിട്ടില്ല കേട്ടോ. അത് പൂക്കാൻ കുറച്ചും കൂടിയും സ്പ്രിങ് ആയാലാണ് അത് പൂത്ത് വരുന്നത്. ഇത് നമ്മുടെ പെയർ ട്രീ ആണ്. പെയർ, ഏഷ്യൻ പെയർ, നമ്മുടെ സബ്ർജയിലൊക്കെ മാതിരി ഉണ്ടാവും. അതിൻ്റെ പൂവാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ട്രീ ആണ്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ബഡ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പൂവ് ആയിട്ടില്ല. ഇതാണ് നമ്മുടെ ലോക്വാട്ട് ട്രീ. ലോക്വാട്ട് ഉണ്ടായി വരുന്നുണ്ട്. കായകൾ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൂവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ കായായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ സ്വാദ് എന്താണെന്ന് അറിയില്ല, ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. നല്ല ഔഷധ ഗുണമുള്ള ഫ്രൂട്ടാണ്. ഒരു ജാപ്പനീസ് ഫ്രൂട്ടാണ്. അതും ലോക്വാട്ട് എന്നാണ് അതിന് പറയുന്നത്. ഇതിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ. അത് വളരെ ഔഷധ ഗുണം ഉള്ളതാണെന്നാണ് പറയുന്നത്. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇന്ന് ഈ റോസ് പ്ലാന്റ് നമ്മൾ കുഴിച്ചിടാൻ പോവുകയാണ്. ഈ റോസ് പ്ലാന്റിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത് ട്രീ റോസ് മാതിരത്തെ കുറച്ച് വലിയ തണ്ടുള്ളൊരു റോസാണ്. ഇവിടെ നമുക്ക് മാച്ചിങ് ആയിട്ട് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ പോട്ട് പേപ്പറാണ്. അപ്പം നമ്മളത് കുഴി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ ഇറക്കി വെച്ചാൽ മതി. ഈ സാധനം അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഈ പേപ്പർ ആയതുകൊണ്ട് ഡീഗ്രേഡ് ചെയ്ത് പോയിക്കൊള്ളും ഇതായിട്ട്.
അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുഴി എടുക്കാം. അപ്പോൾ കുഴി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റിനേക്കാളും കുറച്ചും കൂടെ അധികം ഇത്ര ഹൈറ്റിലായിരിക്കണം ഇതിൻ്റെ കുഴി എടുക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു മെഷർമെൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കുഴി എടുക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഈ പിന്നെ ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കുഴി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സാധനം ഇത് ഈ സാധനം ഉപയോഗിച്ച് ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴിക്കാനുള്ള പരിപാടി നോക്കാം. ഇവിടെയാണ് നമ്മളിതിൻ്റെ കുഴി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏകദേശം ഈ റൗണ്ടിലാണ് നമ്മൾ ഇവിടെ കുഴി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. Luca, you want to come out? Do you want to come out? Do you want to come out? നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഈ സാധനം നമ്മൾ ഡ്രില്ലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തു. ഈ സാധനം ഫിറ്റ് ചെയ്തു. നമ്മൾ ഇതിൻ്റെ ഈ പെരിമീറ്ററിൽ വെച്ചിട്ട് നമ്മളിത് ഡിഗ് ചെയ്യാൻ പോവാണ്. ഇത് ടോപ്പ് സോയിലാണ്. അത് നമ്മൾ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഓർഗാനിക് ഫ്രൂട്ട് ആൻഡ് ബെറി വൈൻ ഫുഡാണ്. കുറച്ച് ഫെർട്ടിലൈസർ ഇട്ടാണ് നമ്മൾ ഇത് റോസിന് വേണ്ടി മാത്രമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഫെർട്ടിലൈസറാണ്. നമുക്ക് ചെടി വെക്കാം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഈ ചെടികൾക്കിനെ ഇറക്കി വെച്ചാൽ മതി. പക്ഷെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ യു ക്യാൻ ജസ്റ്റ് പുട്ട് സം ലൈൻസ് യൂസിങ് ദ നൈഫ്. അപ്പം ഈസി ആയിട്ട് അത് വെള്ളം പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഒഫീഷ്യലായിട്ട് ഇവിടെ സ്പ്രിങ് തുടങ്ങി. അതിൻ്റെ ഒരു സിമ്പലും കൂടിയാണ് ചെറി ബ്ലോസം. കണ്ടോ, ചെറി നന്നായിട്ട്
പൂത്ത് വന്നിട്ടുണ്ട്. ആ പ്ലം ട്രീ, ചുറ്റിലുള്ള പ്ലം ട്രീ ഒക്കെ നല്ലോണം ഇല വന്നു. ഈ ചെറി നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെറി ബ്ലോസം കാണുന്നത്. അത് നല്ല റോസ് പൂവിൻ്റെ, ഇങ്ങനെ കൊലകൊലയായിട്ട് ഉണ്ടാവുന്ന റോസ് പൂവില്ലേ, ആ റോസ് പൂവിൻ്റെ മാതിരി തന്നെ ഉണ്ട്. ഇതിന് ഒട്ടും മണമില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ മണമില്ല തീരെ. ഇത് ഈ ചെറി ബ്ലോസം ജപ്പാനിലെ നാഷണൽ ഫ്ലവറാണ്. ജപ്പാനിൽ ഇത് വലിയൊരു ആഘോഷമാണ്. ചെറി ബ്ലോസം ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ആഘോഷമാണ്. അവർ പാർട്ടികളൊക്കെ വെക്കുന്ന സമയമാണ്, സ്കൂള് തുറക്കണ സമയമാണ്. ഏപ്രിലാണ് അവിടെ സ്കൂള് തുറക്കുന്നത്. US ഒരുവിധം എല്ലാ സിറ്റിയിലും ഈ സമയത്ത് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കെൻഡും സെക്കൻഡ് വീക്കെൻഡുമാണ് സാൻ ഫ്രാൻസിസ്കോയിൽ നടക്കുന്നത്. പറ്റിച്ചാൽ ഞങ്ങൾക്ക് പോകണമെന്നുണ്ട് അതിന്. അപ്പോൾ അതിൽ കുറേ ജാപ്പനീസ് ഫുഡും ജാപ്പനീസ് മ്യൂസിക്കും ഒക്കെ ഉണ്ടാവും. ജാപ്പനീസിൽ ഈ ചെറി ബ്ലോസത്തിന് പറയുന്നത് സാക്കുര എന്നാണ്. ഇവിടെ ഒരാൾ ചെറി ബ്ലോസം അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു കോണിയൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലെ കയറി നിന്ന് ചെറി ബ്ലോസം എൻജോയ് ചെയ്യുന്നുണ്ട്. സ്പ്രിങ് ആയതോട് കൂടിയിട്ട് പെട്ടെന്ന് എല്ലാ ചെടികളും നല്ല ഉഷാറ് വെച്ചു. റോസിനൊക്കെ നന്നായിട്ട് മൊട്ടിട്ടുണ്ട്. പല കളറിലുള്ള റോസാണ്. പൂവുണ്ടായിട്ട് ഞാൻ വീഡിയോ ഇടാം. ഇത് കണ്ടു, ആ ഓർണമെൻ്റൽ പ്ലം ട്രീക്ക് വന്ന മാറ്റം. ആ പൂവൊക്കെ കൊഴിഞ്ഞിട്ട് നല്ല ബർഗൻഡി കളറിലുള്ള ഇല വന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയണ്ട പെയർ പൂത്തതാട്ടോ, നിറച്ച് പൂത്തിട്ടുണ്ട്. ഏഷ്യൻ പെയർ. ഗ്രീൻ ആപ്പിളാട്ടോ. ആപ്പിളിൻ്റെ പൂവ് ഉണ്ടോ, റെഡ് കളർ അല്ലേ. ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ബ്ലോസമാണ് കേട്ടോ. ഇത് നമ്മുടെ ഗരാജിൻ്റെ സൈഡിലുള്ള വെള്ള റോസുകളാണ്. എല്ലാം നന്നായി തളിർത്ത് മൊട്ടിട്ടിട്ടുണ്ട്, പൂവായിട്ടില്ല. പിന്നെ നമ്മുടെ ഓറഞ്ചൊക്കെ കഴിഞ്ഞു. എന്നിട്ട് രണ്ടാമത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു സ്മെല്ലുണ്ട് ഈ ഓറഞ്ചിൻ്റെ ഫ്ലവേഴ്സിന്. ഇപ്പം ഇങ്ങനെ മുട്ടിട്ട് വരുന്നേ ഉള്ളൂ, എന്നാലും ചെറുതായിട്ടൊരു സ്മെല്ലുണ്ട്. പിന്നെ ഞങ്ങളൊരു 4 തരം മുന്തിരിയുടെ ചെറിയ ഒരു കമ്പുകൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഇങ്ങനെ തളിർത്ത് വരുന്നുണ്ട്. മുന്തിരിയാണത്. അതിങ്ങനെ ആ ഫെൻസിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അത് പടർത്തി കൊടുക്കണം. 2 ആഴ്ചയായിട്ടേ ഉള്ളൂ കംപ്ലീറ്റ് ഇല വന്ന് കണ്ടില്ലേ. ഇത് 2 ആഴ്ച മുന്നേ ഒരൊറ്റ ഇല പോലും ഉണ്ടായിരുന്നില്ല. ഇത് ബിർച്ച് ട്രീ ആണ്. കമ്പുകളൊക്കെ നല്ല വൈറ്റ് നിറയായിരിക്കും. രാത്രി ഇതിൻ്റെ അടിയിൽ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. പ്ലമ്മും തന്നെ കണ്ടു. പ്ലം പൂത്ത് കഴിഞ്ഞു. ഇനി കംപ്ലീറ്റ് ഇല വന്നു. പൂവെല്ലാം കൊഴിഞ്ഞു. ഇനി നിറച്ചു ഇലയായി. ഇനി കായ ഉണ്ടാവണം അത് കഴിഞ്ഞാൽ. അതാണ് അതിൻ്റെ യൂഷ്വൽ സൈക്കിൾ. ഇതേ വിൽക്കാൻ വെച്ചിരിക്കുന്ന ബർച്ച് ട്രീയുടെ ബ്രാഞ്ചസ് ആണ്. ഒരു ബ്രാഞ്ചിന് അവർ $10 ചാർജ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രാഞ്ചസ് ആണ്. ഇത് നമ്മളെ ഒരു വലിയ ചെറി ട്രീ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട് മേടിക്കുന്ന സമയത്ത് നിറച്ച് ഇലകളുണ്ടായിരുന്നു. കായൊന്നും കണ്ടില്ല. ഇപ്രാവശ്യം നോക്കാം. പക്ഷെ നന്നായി പൂത്തിട്ടുണ്ട്. പൂവൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല, പക്ഷെ ധാരാളം പൂക്കൾ, ചെറിയ പൂക്കളുണ്ട്. ഇത് കഴിക്കാൻ പറ്റുന്ന ചെറിയാണോന്ന് അറിയില്ല കേട്ടോ. ഒരു മരം മാതിരി ഉണ്ട്, മറ്റേത് മാതിരിയല്ല. മറ്റേതൊരു ചെറിയൊരു ചെടി മാതിരിയാണ് ഉള്ളത്. ഈ പൂക്കളിങ്ങനെ ചിരിക്കണമായിട്ട് തോന്നുന്നില്ലേ? നല്ല ഇങ്ങനെ എന്ത് രസമല്ലേ. നമ്മളെ കാക്കാപ്പൂവിൻ്റെയൊക്കെ മാതിരിയുണ്ട്.
ഇങ്ങനെ ചിരിക്കണ മാതിരി തോന്നണു. ഓണത്തിനൊക്കെ നല്ല ഇങ്ങനെ പൂക്കളത്തിലിടാൻ പറ്റണ പൂവ് അത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പൂ ഞാൻ കണ്ടിട്ടില്ല തോന്നണം. നല്ല രസമുണ്ട്, പക്ഷെ ഇങ്ങനെ കാർപ്പറ്റ് വിരിച്ച മാതിരി ഉണ്ട്. Hope you enjoyed the video and enjoyed the blossoms. Please like and subscribe to Geetha's Kitchen. Thank you for watching.